ക്രിസ്തുയേശു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ കൃപയാൽ ഇത് രണ്ടാമത്തെ ഒരു മെസ്സേജാണ്. കഴിഞ്ഞ മെസ്സേജ് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് മുമ്പ് അത് റെക്കോർഡ് ചെയ്ത് ഇതേ ഉള്ളൂ. പക്ഷെ അത് മുൻകൂട്ടി നോട്ട് തയ്യാറാക്കിയതായിരുന്നു. സമയം ഇന്നാണ് ഒത്തു വന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങളോട്ടൊരു ചെറിയൊരു വചനഭാഗം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇടപെട്ട ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അതിൻ്റെ വചനം ഞാൻ വായിച്ചു തുടങ്ങാം. 36-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുൾ ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഭൂമിയിലേക്ക് ദൈവം നോക്കിയപ്പോൾ ഭൂമി വഷളായി. പാപം കൊണ്ടും അവരുടെ നടപ്പ് കൊണ്ടും ഭൂമി പാപത്താലും മ്ലേച്ഛതയാലും ഒക്കെ ഒരു പ്രവൃത്തിയൊക്കെ ദുഷ്ടതയും വിചാരങ്ങളൊക്കെ പാപം കൊണ്ട് ഭൂമി നിറഞ്ഞു. ദൈവം ഈ ഭൂമിയെ നോക്കി അനുദപിക്കുകയും ഈ മനുഷ്യനെയും ഇതിനകത്തുള്ള മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും പക്ഷികളെല്ലാം നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അവിടെ ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആ പേര് പറയുന്നത് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ കൃപ ലഭിച്ചത് നോഹയ്ക്ക് കുറച്ച് ചെറിയൊരു ക്വാളിറ്റി പറയുന്നുണ്ട്. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിയാണ് നോഹ. നമ്മളിതിനു മുമ്പ് ദൈവത്തോട് കൂടെ നടന്ന് ഹാനോക്ക് ദൈവത്തോട് കൂടെ വന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടെന്ന് പറയുന്നു. ഇവിടെ നോഹയെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ദൈവം നോഹയെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും ഈ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്തവരായിരുന്നപ്പോഴാണ് ദൈവം നമ്മളെ എടുത്തത്. ആ ഒരു കൃപ നമുക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുന്നത്. നിങ്ങളെൻ്റെ വചനം കേൾക്കുന്നതും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. നമ്മളെല്ലാം ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലൊരു കൃപ നോഹയ്ക്ക് ലഭിച്ചു. ഭൂമിയെല്ലാം നശിച്ചു പോകുമ്പോഴും താനും നോഹ നിമിത്തം നോഹയുടെ കുടുംബം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു കൃപ നോഹയ്ക്ക് ലഭിച്ചു. അതുപോലെ ഈ ഭൂമി നശിക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ വീണ്ടും അടുത്ത ഒരു ദൈവത്തിന് ചേർക്കാൻ വേണ്ടി ദൈവം വരുമ്പോഴും നമ്മൾ എടുക്കപ്പെടാനായി ഒക്കെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ നമുക്ക് ക്രിസ്തുയേശുവിൽ ജീവിക്കാനും ക്രിസ്തുയേശുവിൽ എടുക്കപ്പെടുവാനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനും ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ. അടുത്തൊരു ഭാഗം വായിക്കാം. അവിടെ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായും ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവം ഭൂമിയെ അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും തൻ്റെ വഴി വിട്ട് വഷളാക്കിയിരിക്കുന്നു. ദൈവം എന്നിട്ട് നോഹയോട് പറയുവാണ്, ഞാൻ ഈ ഭൂമി നശിപ്പിക്കാൻ പോവുകയാണ്, നീ ഒരു കോഫർ മരം കൊണ്ടൊരു പെട്ടകം പണിയണം. ദൈവം ഇടപെടുന്നൊരു ഭാഗമുണ്ട്. ദൈവം നോഹയോട് പറഞ്ഞ് നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം നീ ഒരുക്കണം. അപ്പോൾ ഈ ഭൂമി നശിക്കുമ്പോഴും ചുറ്റുപാടൊക്കെ നശിപ്പിക്കുമ്പോഴും ദൈവം നിന്നെ അതിനകത്ത് സൂക്ഷിച്ചു കൊള്ളും. അപ്പോൾ ഈ ഭൂമിയിലും ഇപ്പോൾ ഈ ഭൂമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പാപത്താലും ഈ അവിടെ പറയുന്ന ഭൂമി വഷളായി എന്ന് പറയുന്ന മ്ലേച്ഛത, ആ പാപങ്ങൾ, അതിനേക്കാളും വലിയ പാപങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം നോഹയോട് പറഞ്ഞത് ഓഫർ മരം കൊണ്ടൊരു പെട്ടകം പണിയാം. പക്ഷേ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് ആത്മാവിലൊരു പെട്ടകം പണിയണം. നമ്മളെ ദേശത്തെ സൂക്ഷിക്കുന്ന, നമ്മളെ കുടുംബത്തെ സൂക്ഷിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു പെട്ടകമായിരിക്കണം അത് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിച്ച് പണിയേണ്ടതാണ്. നോഹ ഗോഫർ മരം കൊണ്ട് പണിയുകയും ദൈവം അതിനകത്ത് നോഹയെ സംരക്ഷിക്കുകയും ചെയ്തതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് ആത്മീയ മണ്ഡലത്തിൽ ഒരു പെട്ടകം പണിയണം. ആ പെട്ടകം ആ ദേശത്തെ ചുറ്റുന്നതായിരിക്കണം, നമ്മുടെ കുടുംബത്തെ ചുറ്റുന്നതായിരിക്കണം, നമ്മളെ ചുറ്റുന്നതായിരിക്കണം. ആരും നശിച്ചു പോകാതെ ദൈവത്തിങ്കൽ നിത്യമെങ്കിൽ എടുക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥന
പെട്ടകം പണിയേണ്ട ആവശ്യമാണ് ഈ സമയത്ത്. അവിടെ അതിൻ്റെ താഴെ പറയുന്നൊരു ഭാഗമുണ്ട്, 7-ാമത്തെ അധ്യായത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ 18-ാം വാക്യം, ജലപ്രളയം ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ദൈവം, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നോഹയോട് പറയുവാണ്, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. അപ്പോൾ ദൈവം ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഇടപെടുകയാണ്. നോഹയോട് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ നിന്നോടൊരു നിയമം ചെയ്യും. ഇന്ന് ദൈവം ഒരുക്കമാണ് നിങ്ങളോടൊരു നിയമം ചെയ്യുക. പക്ഷേ നിങ്ങൾ ഒരുക്കമാണോ എങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളോടൊരു നിയമം ചെയ്യും. മറ്റാരൊക്കെ നശിച്ചു പോയാലും നിങ്ങൾ നശിച്ചു പോകത്തില്ല. കാരണം നിങ്ങൾ പുത്രനെ ചുംബിച്ചവരാ. പുത്രനെ ചുംബിക്കുന്നതിന് വഴി നശിച്ചു പോകത്തില്ല എന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവം പറയുക, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യും. ആ ഒരു ഭാഗ്യം അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം നമുക്ക് കാൽവരി ക്രൂശിൽ നേടിത്തന്നാണ്. പക്ഷെ നമ്മൾക്കാണ് അതിന് ഒരുക്കമില്ലാത്തത്. പക്ഷെ ദൈവം ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിത് കേൾപ്പാൻ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അത് വെറുതെ പോകരുത്. ദൈവമായിട്ട് ഇന്ന് നിങ്ങളൊരു നിയമം ചെയ്യണം. ലോത്തിനോട് ദൈവം നിയമം ചെയ്തു. നോഹയോട് ദൈവം ഒരു നിയമം ചെയ്തു. നോഹയും നോഹയുടെ കുടുംബവും രക്ഷിക്കപ്പെട്ടു. ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവം പുറത്തെടുത്ത്. അതുപോലെ നിങ്ങളും ദൈവത്തോടൊരു നിയമം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ദേശവും ഒക്കെ രക്ഷിക്കപ്പെടും. നിങ്ങളുടെ ശുശ്രൂഷ വലിയത് തന്നെയായിരിക്കും. അതിൻ്റെ അടുത്ത ഭാഗങ്ങളോട് വായിക്കാം. ഞാനിപ്പോൾ വായിച്ച ഭാഗം 6:18 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ്. പിന്നെ അവിടെ നോഹയോട് പറയുന്നുണ്ട്, പെട്ടകത്തിൽ കിടപ്പാൻ ശുദ്ധിയുള്ള 7 മൃഗങ്ങളുടെ കൂട്ടം, ശുദ്ധിയില്ലാത്ത 7 മൃഗങ്ങളുടെ കൂട്ടം പറയുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, എങ്ങനെ വായിക്കാം. അവിടെ ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. നോഹ ഈ മൃഗങ്ങളെയും പക്ഷികളെയും പിടിക്കാൻ വേണ്ടി നോഹ പോയില്ല. അത് നോഹയുടെ അവിടെ പറയുന്നത് ഇങ്ങനെ, നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. അപ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം അതിനുള്ള വഴികൾ നമുക്ക് വേണ്ടി തുറന്നു തരും. പക്ഷെ അത് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയാൽ മാത്രം മതി. നോഹയോട് പറഞ്ഞ് മഴ പെയ്യും, ജലപ്രളയം, അന്ന് ഇതുവരെ മഴ കണ്ടിട്ടില്ല, ജലപ്രളയം കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ വാഗ്ദത്തം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ സുവിശേഷകനാകും, നമ്മൾ ഉപയോഗിക്കപ്പെടും. പക്ഷെ നമ്മൾ അതിന് വിശ്വസിക്കാൻ തയ്യാറാവണം. മഴ കാണാത്ത, ജലപ്രളയം കാണാത്ത നോഹ വിശ്വസിച്ചതുപോലെ ക്രിസ്തു യേശു നമ്മൾക്കൊന്ന് വിശ്വസിക്കാമോ? നമ്മുടെ മേൽ കേട്ട വാഗ്ദത്തങ്ങൾ നമുക്കൊന്ന് വിശ്വസിക്കാമോ? അതൊക്കെ പ്രവാചകരിലൂടെ, പ്രവചന ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ് നമ്മുടെ ശുശ്രൂഷ. അതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അത് നിറവേറിയിരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഇടിയിൽ കയറി ഇന്ന് നിങ്ങൾ ദൈവത്തോട് നിയമം ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ പെട്ടകം പണിയുന്നെങ്കിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കും, നിങ്ങളെ ശുശ്രൂഷയെ സൂക്ഷിക്കും, നിങ്ങളുടെ ദേശത്തെ സൂക്ഷിക്കും. ആ പെട്ടകത്തെ ഓഫർ മരം കൊണ്ട് നോഹ പണിതെങ്കിൽ, അതിന് ദൈവം അനുഗ്രഹിച്ച് നിറച്ചെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു പെട്ടകം പണിതെങ്കിൽ നിങ്ങളെ ശുശ്രൂഷ വലിയ രീതിയിൽ ദൈവം ഉപയോഗിക്കും. ഒരു കപ്പലിനൊരു കപ്പിത്താൻ എന്ന പോലെ നിങ്ങളുടെ ദേശത്ത് ദൈവം ആ ദേശത്തിൻ്റെ, ആ ജില്ലയുടെ, ആ സംസ്ഥാനത്തിന്, ആ രാജ്യത്തിൻ്റെ അംബാസഡറാക്കി ദൈവം നിങ്ങളെ മാറ്റും. സ്വർഗത്തിൻ്റെ അംബാസഡറാക്കി ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങളായിരിക്കും ദൈവത്തിൻ്റെ അടയാളം. അവിടെ ഇസ്രായേൽ നയമാൻ എന്ന കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രായേലിൻ്റെ അവൻ്റെ അസുഖം മാറ്റിത്തരാൻ വേണ്ടി കത്ത് കൊടുക്കുമ്പോൾ ഏലിയാവ് പറയുന്നുണ്ട്, അവൻ്റെ അടുത്ത് ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ദൈവമുണ്ട്, ആ ദൈവം സൗഖ്യം കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ
ഏലിയാവ് ആളെ വിട്ട് പറയിപ്പിക്കുന്നുണ്ട്, അവനോട് എൻ്റെ അടുക്കൽ വരാൻ പറയുന്നുണ്ട്. കാരണം അവൻ ദൈവത്തിൻ്റെ അംബാസഡറാണ്, ഇസ്രയേലിലെ ദൈവത്തിൻ്റെ അംബാസഡർ ആയതുകൊണ്ട് അവൻ ആ ആളെ വിട്ട് പറയിപ്പിക്കുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് ആളെ വിട്ട് പറയിപ്പിക്കുന്നത്. അതുപോലെ ദൈവം നിങ്ങളോട്ട് നിയമം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ ദൈവത്തിൻ്റെ കാവൽക്കാരനായി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോടൊരു നിയമം ചെയ്യുവാൻ വരെ ദൈവം നോഹയോടൊരു നിയമം ചെയ്തു. പക്ഷേ ദൈവം നമ്മളോട് നിയമം ചെയ്യാൻ ദൈവം ഒരുങ്ങിയിരിക്കുമോ? പക്ഷെ നമ്മളാണ് ഒരുങ്ങാത്തത്. ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഒരുങ്ങുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ കാവൽക്കാരനാക്കി, ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ കാവൽക്കാരനാക്കി നിങ്ങളെ നിശ്ചയമായി മാറ്റിയിരിക്കും. ഈ കേട്ട വചനങ്ങളെല്ലാം പ്രബോധനമെല്ലാം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ദൈവനാമത്തിൽ നിങ്ങളെല്ലാം പ്രയോജനപ്പെടട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം.